ഇന്ന് 6 റൗണ്ട് ചർച്ചയാണ് അവിടെ നടന്നത്. 6 റൗണ്ട് ചർച്ച നടക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കടുംപിടുത്തത്തോടെ വെടിക്കെട്ട് വേണം, കുടമാറ്റം വേണം, ഇത്തരം ആഘോഷങ്ങൾ വേണം എന്ന നിലപാടെടുത്തവരവിടെയുണ്ട്. 6 റൗണ്ട് ചർച്ച നടന്നു, ഉഭയകക്ഷി ചർച്ച, ബൈപാർട്ടി ചർച്ച നടത്തേണ്ടി വന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പോലും ഈ വിധത്തിൽ പൂരത്തെ നിയന്ത്രിതമായി പ്രതീകാത്മകമായി കുടമാറ്റം നടത്തി, അതുപോലെ തന്നെ വെടിക്കെട്ട് ഒഴിവാക്കി, ആ മരിച്ച മനുഷ്യരെ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് പൂരം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ അത്രമേൽ ചർച്ച ചെയ്യേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം ഒരാളും വിസ്മരിക്കരുത്. രണ്ടാമത്തെ കാര്യം നമ്മൾ തൊഴിലാളികൾ മരിക്കുമ്പോൾ പൂരം നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ അവിടെ വെച്ച് ഈ സ്ഫോടനത്തിൽ മരണപ്പെട്ടില്ലേ? അവിടേക്ക് നേരത്തെ ശ്രീചിത്രൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഇത് ചിത്രീകരിക്കാൻ ആരാണ് വഴികാട്ടി കൊടുത്തത്, അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയത് എന്നതുമൊക്കെ സമൂഹം ആലോചിക്കണ്ടേ? അവരൊക്കെയാണ് വെടിക്കെട്ട് ഈ പറഞ്ഞ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള കരിമരുന്ന് നിർമ്മാണശാലയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ഈ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഗൗരവമുള്ളതാണ്. അത് പൂരത്തിൻ്റെ ഒരു പൊലിമയിൽ മങ്ങിപ്പോകാൻ പാടില്ലാത്ത ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം ഇന്ന് ഈ ചർച്ചയിലവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ്. ഒടുവിൽ എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് പോയത്? ഇത്രയൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭാവിയിലും ഈ വെടിക്കെട്ടുകൾ അടക്കം നമുക്ക് നടത്താൻ കഴിയണം. പൂരത്തിൻ്റെ ഭാഗമായി വർണ്ണാഭമായ വെടിക്കെട്ട് നടത്താം ഭാവിയിലും പൂരത്തിൻ്റെ ഭാഗമായി. പക്ഷേ നേരത്തെ ശ്രീചിത്രനൊക്കെ പറഞ്ഞതുപോലെ ശബ്ദകാഠിന്യം കുറയ്ക്കണം, അതിൻ്റെ അപകടകരമായ തലം കുറയ്ക്കണം. അങ്ങനെ ഈ വർണ്ണാഭമായ ഒരു വെടിക്കെട്ടിലേക്ക്, തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായ വെടിക്കെട്ടിന് ഭാവിയിൽ പോകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ചർച്ചകൾ ഇവിടെ ഇപ്പോൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്നാണ് അടുത്ത വർഷം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത്. നേരത്തെ ശ്രീചിത്രൻ പറഞ്ഞ പോലെ ഇത്തവണ സംഭവിക്കുകയും അടുത്ത തവണ എല്ലാം മറന്ന് പൂർവാധികം വലിയ ആഘോഷത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. പകരം അത്തരം ചർച്ചകൾക്ക് ഇവിടെ തുടക്കം കുറിക്കണം എന്ന ഒരു മെസ്സേജോടുകൂടിയാണ് ആ ചർച്ചകൾ, മാരത്തോൺ ചർച്ചകൾ കൺക്ലൂഡ് ചെയ്യപ്പെട്ടത് എന്നതുകൂടി നമ്മൾ കാണണം. വെടിക്കെട്ടുകൾ ആധുനിക കാലത്തെ രീതിക്കനുസരിച്ച് വർണ്ണപ്പൊലിമയാകാം, ശബ്ദകാഠിന്യം കുറയ്ക്കണം, അതിൻ്റെ അപകടകരമായ സുരക്ഷാ ഭീഷണി ഒഴിവാക്കാൻ കഴിയണം എന്ന ഒരു ചർച്ചയിൽ 2016 നേരത്തെ മുൻമന്ത്രി സുനിൽകുമാർ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് പുറ്റിങ്ങലിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഫലപ്രദമല്ല എന്ന് 2026 ഒരു പൂരം നാളിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ മികവോടെ കേരളത്തിന് രാജ്യത്തിന് മുമ്പിൽ പല കാര്യങ്ങളിലും മാതൃകയായി നിൽക്കുന്ന കേരളത്തിന് ഇക്കാര്യത്തിലും ഒരു ആധുനിക സമൂഹത്തിന് ചേരും വിധത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു സ്പിരിറ്റ് ഇന്നത്തെ ആ ചർച്ചയ്ക്ക് അതിൻ്റെ കൺക്ലൂഷനിലടക്കം വന്നിട്ടുണ്ട്, സർക്കാരിൻ്റെ ഇടപെടലിലും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ നിലയിലുള്ള ആലോചനകളോട് യോജിക്കുന്നുണ്ടോ എന്നാണ് സിയാദ് റഷീദിനോട് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആലോചനയോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, അതായത് വർഷങ്ങൾക്ക് മുമ്പെടുത്ത് ഇപ്പോഴും നടപ്പിലാക്കാതെ വെച്ചിരിക്കുന്ന ഈ ഫയർവർക്സ് പാർക്ക്, അതിന് ഫയർവർക്സ് പാർക്ക് എന്നാണോ പൈറോ ടെക്നിക് പാർക്ക് എന്നാണോ അന്ന് പേരിടാൻ ആലോചിച്ചതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഏകദേശം ഒരു ഓർമ്മയാണ്, പൈറോ ടെക്നിക് പാർക്ക് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അത് അവിടെ അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ലേബേഴ്സിന് വേണ്ട ആധുനികമായ പരിശീലനം നൽകണം. അവർക്ക് പഴയ കാലഘട്ടത്തിലുള്ള പണ്ട് മുതലേ പിന്തുടർന്നു പോകുന്ന ചില പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള പരിശീലനം കൂടാതെ പുതിയ മെത്തേഡിലുള്ള പരിശീലനം നൽകാൻ വേണ്ടി ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനം ഇന്നും നടപ്പായിട്ടില്ല. പക്ഷെ അത് ഇനി ഒരു താമസവും കൂടാതെ അങ്ങനെ ഒരു പാർക്ക് സ്ഥാപിക്കുകയും തൊഴിലാളികൾക്ക് അങ്ങനെയുള്ളൊരു പരിശീലനം കൊടുക്കുകയും തീർച്ചയായിട്ടും വേണം. അത് ഒരു അത്യാവശ്യ കാര്യമാണ്. എങ്കിൽ മാത്രമേ ആധുനിക രീതിയിലുള്ള ഫയർവർക്സ് ഡിസ്പ്ലേ എന്ന് പറയുന്ന കാര്യമുള്ളൂ. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. പരിശീലനം കിട്ടാതെ ഇവർ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത്? ഈ ലേബേഴ്സ് ഇത് പഠിക്കണ്ടേ? ആധുനിക രീതിയിലുള്ള പരിശീലനം കിട്ടാതെ അവർക്ക് പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അവരിപ്പോഴും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശീലിച്ച അതേ മെത്തേഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള ഇതിനെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട സമയമാണിത് എന്നുള്ളത് കൂടിയാണ്. അതിലേക്ക് സിയാദും പിന്തുണച്ചതുപോലെ അതിലേക്ക് മാറേണ്ടതുണ്ട്.